ബ്രാൻഡിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ആ ബ്രാൻഡിന് ഏറ്റവും അനുയോജ്യമായ കളർ കണ്ടെത്തുക എന്നുള്ളത്. ബ്രാൻഡിന് ഏതെങ്കിലും കളർ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന ക്ലയൻസ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ചില പതിവുകൾക്കൊക്കെ വഴങ്ങുന്നവരുമുണ്ട്. ഉദാഹരണത്തിന് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പച്ച, കഫേ ആണെങ്കിൽ കോഫി ബ്രൗൺ. ഇങ്ങനെ ചില പതിവ് രീതികളല്ലാതെ കളറുകളുടെ സൈക്കോളജി അനുസരിച്ച് ബ്രാൻഡ് കളർ തീരുമാനിക്കുന്ന ക്ലയൻസും ഏജൻസികളും നമ്മുടെ നാട്ടിൽ അധികമില്ലെന്ന് പറയേണ്ടി വരും. പഠനങ്ങൾ പറയുന്നത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ 85% ആളുകളും ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ പാക്കറ്റിൻ്റെ കളർ അവരുടെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി കാണുന്നവരാണ്. മാത്രമല്ല, നിങ്ങളുടെ ബ്രാൻഡ് കളർ 80% നിങ്ങളുടെ ബ്രാൻഡിനെ തിരിച്ചറിയാനായി കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നുണ്ട്. ബ്രാൻഡ് ഗൈഡ് ലൈനിൽ പറയുന്ന പോലെ കൃത്യമായി ബ്രാൻഡ് കളർ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ബ്രാൻഡ് ഐഡന്റിറ്റിയെ 80% ശക്തിപ്പെടുത്തും എന്നത് ഉറപ്പാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഫുഡ് ബ്രാൻഡ് ഉള്ളതെങ്കിൽ ചുവപ്പും മഞ്ഞയും കോംബോ ഉപയോഗിക്കുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ മാത്രമല്ല, അവർക്ക് ഭക്ഷണത്തോടുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടാക്കാനും സഹായിക്കും. ഇനി നിങ്ങൾക്കൊരു മോഡേൺ, എലഗൻ, ഫ്യൂച്ചറിസ്റ്റിക് ബ്രാൻഡാണോ വേണ്ടത്? ഒരു സംശയം വേണ്ട, ബ്ലാക്ക് ആൻഡ് പ്ലാറ്റിനം കോമ്പിനേഷനാണ് ബെസ്റ്റ്. ഇതുപോലെ കളറുകളും കളർ കോംബോകളും ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ബ്രാൻഡിന് നിറം കൂടും, ഒപ്പം തെളിച്ചവും.